ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓഫ് കോഴ്സ് ഏത് കോൺസെപ്റ്റ് എടുത്താലും എന്ത് ട്രെൻഡ് എടുത്താലും അതിനകത്ത് അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റി റിസ്ക് ആണ്. പലപ്പോഴും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡാറ്റ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യില്ല, അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താത്ത കേസുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹാക്കേഴ്സ് അത് ആക്സസ് ചെയ്യുന്ന കേസുകൾ, പ്രത്യേകിച്ച് സെൻസിറ്റീവ് ഡാറ്റയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സാധ്യതയും കൂടുതലാണ്. ഇത്തരം സെക്യൂരിറ്റി റിസ്കുകൾ പലപ്പോഴും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ഹാക്കേഴ്സിൻ്റെ കാര്യം. ഹാക്കേഴ്സ് പലപ്പോഴും ഷെയർഡ് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയും അത് യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി റിസ്ക് ആണ്. ഈവൻ ഇഫ് സെക്യൂരിറ്റി വീക്ക് ആണെങ്കിൽ ഹാക്കേഴ്സിനും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ വൈറസ്, മാൽവെയർ പോലെയുള്ള ഐറ്റംസ് ഒരു കണക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ, അതായത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിലാണെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. ഇത്രയാണ് സെക്യൂരിറ്റി റിസ്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നുള്ളത് ഹൈ സെറ്റപ്പ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് നല്ല റൂട്ടേഴ്സ്, സ്വിച്ചസ്, സെർവേഴ്സ്, കേബിളിംഗ് ഒക്കെ ആവശ്യമാണ്. നമുക്കതിനെ ഹാർഡ്വെയർ സെറ്റപ്പ് എന്ന് പറയാം. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആവശ്യമുണ്ട്. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആവശ്യമുള്ളത് എന്നുള്ളതുകൊണ്ടും അതിൻ്റെ കോസ്റ്റ് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്ന നെറ്റ്വർക്ക് ഫെയിലേഴ്സ് അഫക്റ്റ് എവരി വൺ. നമ്മുടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു സെൻട്രൽ സെർവർ അല്ലെങ്കിൽ ഒരു മെയിൻ കണക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ അത് എൻ്റെ നെറ്റ്വർക്കിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. വർക്കിംഗ് തന്നെ അവിടെ നിന്ന് പോകും. ആ നെറ്റ്വർക്ക് എന്താകും, ഡാമേജ്ഡ് ആകും. പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്, നെറ്റ്വർക്കിനകത്തൊരു പ്രോബ്ലം ഉണ്ടായാൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും ഡിഫിക്കൽട്ടാണ്. നമ്മൾ ടോപ്പോളജിയൊക്കെ പഠിച്ചവരാണ്, അതിനകത്തൊക്കെ ഡിസൈൻ വെച്ച് നമ്മൾ പറയാറുണ്ട് ട്രബിൾ ഷൂട്ടിംഗ് ഈസ് വെരി റിസ്ക്. പിന്നെ ഡാറ്റ പ്രൈവസി ഇഷ്യൂസാണ്. ഇപ്പോൾ ഈ ഷെയർഡ് റിസോഴ്സസിൻ്റെ പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഡാറ്റ പലപ്പോഴും എക്സ്പോസ്ഡ് ആയി പോവാറുണ്ട്. അത്തരം പ്രൈവസി ഇഷ്യൂസ് ഇതിനുണ്ട്. പിന്നെ അൺഅതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് എന്ത് ചെയ്യും, നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ഇൻഫർമേഷൻ ആൾട്ടർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്തരം പ്രൈവസി ഇഷ്യൂസും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഉണ്ട്. പിന്നെ വരുന്നത് ഡിപ്പെൻഡൻസി ഓൺ ദ നെറ്റ്വർക്കാണ്. ഇപ്പോൾ ആളുകൾ ഒരു നെറ്റ്വർക്കിനെ ഒരു ഡെയിലി ടാസ്കുകൾക്ക് പോലും ഉപയോഗിക്കുന്ന രീതിയിലാകുമ്പോൾ അത് പലപ്പോഴും നെറ്റ്വർക്കിനെ ഓവർ ഡിപ്പെൻഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് അവൈലബിൾ ഇല്ലാതാവുക, സ്ലോ ആവുക, അങ്ങനത്തെ കേസുകളിലൊക്കെ മൊത്തത്തിൽ നമ്മളുടെ ഒരു പ്രൊഡക്ടിവിറ്റി സ്ലോ ഡൗൺ ആവും അല്ലെങ്കിൽ ഡ്രോപ്പ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു നെറ്റ്വർക്കിന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയി മാറുന്നതും പലപ്പോഴും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ വരുന്നത് സ്പ്രെഡ് മാൽവെയർ ആണ്. ഒരു സിംഗിളായിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിന് ലാൻ ആയിക്കോട്ടെ, വാൻ ആയിക്കോട്ടെ, മാൻ ആയിക്കോട്ടെ, ഏത് ടൈപ്പിലുള്ള നെറ്റ്വർക്ക് ആയാലും ശരി, അതിനകത്ത് വൈറസ് പെട്ടെന്ന് സ്പ്രെഡായി പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് അത് എത്തിച്ചേരും. പെട്ടെന്ന് നെറ്റ്വർക്ക് ഫെയിലായി മാറുകയും ചെയ്യും. പിന്നെ വരുന്ന പെർഫോമൻസ് ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു ഹെവി ട്രാഫിക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചില ടൈപ്പ് നമ്മൾ ഹബ്ബൊക്കെ യൂസ് ചെയ്യുന്ന കേസിൽ പറഞ്ഞിരുന്നു, നെറ്റ്വർക്ക് ട്രാഫിക് വളരെ അധികം ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ എൻ്റെ നെറ്റ്വർക്കിൻ്റെ വർക്കിംഗ് തന്നെ സ്ലോ ഡൗൺ ആയിട്ട് മാറും. അപ്പോൾ അത്തരം പെർഫോമൻസ് ഇഷ്യൂസും ഇവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റേഷൻസും പലപ്പോഴും ഡിലേ ആക്കി മാറ്റും. കാരണം ഹൈ ബാൻഡ് വിഡ്ത്ത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, മൊത്തത്തിലുള്ള റിസൾട്ടിനെ അവിടെ ബാധിക്കും. ദ ഫൈനൽ പോയിൻറ്റ് ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നുള്ളത് എങ്കിൽ പലപ്പോഴും യൂസേഴ്സിന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രമേ ആക്സസ് പോസിബിൾ ആക്കുള്ളൂ. നമ്മൾ കരുതുന്ന പോലെ അങ്ങോട്ട് ഡീപ്പായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസുകളിലും ഇതൊരു ലിമിറ്റേഷനായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുക. എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടാനും അതിന് ഏറ്റവും ഈസി ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യാനും റിസോഴ്സസുകൾ ഷെയർ ചെയ്യാനും റിലയബിൾ ആവാനും സ്കേലബിൾ ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറഞ്ഞ കുറേ പോയിൻറ്റ്സുകളുണ്ട്. ഡാറ്റ ഷെയറിംഗ് ഉണ്ട്, പിന്നെ ഹാർഡ്വെയർ ഷെയറിംഗ്. പ്രിൻ്ററിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു. അതേപോലെ സോഫ്റ്റ്വെയർ, സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയും. പിന്നെ എന്താ പറഞ്ഞാൽ റിലയബിലിറ്റി വളരെ കൂടുതലാണ്, സ്കാലബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റി റിസ്ക് ആയിരുന്നു. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡാറ്റ തടയപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും ഒരു ഹാക്കർ കരുതിയാലോ വൈറസ് കരുതിയാലോ ഈസി ആയിട്ട് നടക്കാവുന്ന കാര്യമാണ്. പിന്നെ ഹാക്കേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? ഷെയർഡ് റിസോഴ്സസിനെയൊക്കെ പലപ്പോഴും ആക്സസ് ചെയ്യാൻ കഴിയാറുണ്ട് വീക്ക് സിഗ്നൽസ് ആണെങ്കിൽ. പിന്നെ വൈറസും മാൽവെയറൊക്കെ ഈസി ആയിട്ട് കണക്റ്റഡ് സിസ്റ്റത്തിലൂടെ സ്പ്രെഡ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൈ സെറ്റപ്പ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് എങ്കിൽ വെരി കോസ്റ്റ്ലി ആയിരിക്കും. പ്രത്യേകിച്ച് വാനൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അതിനകത്ത് റൂട്ടേഴ്സ്, സ്വിച്ചസ്, സർവേഴ്സ്, കേബിളിങ്ങിനൊക്കെ നല്ല കോസ്റ്റ് വരും. പിന്നെ ഇത്തരം ഒരു നെറ്റ്വർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെയും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? കോസ്റ്റ് കൂടും. പിന്നെ നെറ്റ്വർക്ക് ഫെയിലറാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു സെൻട്രൽ സെർവർ അങ്ങോട്ട് ഫെയിലായാൽ മൊത്തത്തിൽ ആ സിസ്റ്റം തന്നെ ഫെയിലായി മാറും എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിനകത്ത് ട്രബിൾ ഷൂട്ടിങ്ങും വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഡാറ്റ പ്രൈവസി ഇഷ്യൂസാണ്. ഇപ്പോൾ സെൻസിറ്റീവ് ഡാറ്റയുടെ കേസൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് എക്സ്പോസ്ഡ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ഈസി ആയിട്ട് നെറ്റ്വർക്കിനെ മിസ്യൂസ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനൊക്കെ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്ന ഡിപ്പെൻഡൻസിയാണ്. ഇപ്പോൾ നമ്മൾ ഡെയിലി ടാസ്കിന് പോലും നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് അവൈലബിൾ അല്ലാതായാൽ, സ്ലോ ആയാലൊക്കെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ മാൽവെയർ സ്പ്രെഡിംഗ് ആണ്. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ ആ നെറ്റ്വർക്കിൽ പെട്ടെന്ന് തന്നെ വൈറസ് സ്പ്രെഡ് ആവുന്ന പ്രശ്നമുണ്ട്. പിന്നെ പെർഫോമൻസ് ഇഷ്യൂസാണ്. എൻ്റെ നെറ്റ്വർക്കിന് ഹെവി ട്രാഫിക്ക് സ്ലോ ഡൗൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ബാൻഡ് വിഡ്ത്ത് ഹൈ അല്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസും പലപ്പോഴും മൊത്തത്തിലുള്ള പെർഫോമൻസിനെ സ്ലോ ആക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ പറഞ്ഞ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ ആകുമ്പോൾ പലപ്പോഴും ലിമിറ്റഡ് കൺട്രോളേ ആക്സസിങ്ങിൽ ഉണ്ടാവുള്ളൂ. യൂസേഴ്സിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ആക്സസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉള്ളത്. എല്ലാവർക്കും കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.